ഇവിടെ फेस पे नहीं पीछे कुछ करना पड़ो पीछे मलयालम फेस पे नहीं तुम बोलो जी फेस पे नक्को लगाओ यहाँ पे मुंह पे ഇവിടെ നമ്മുടെ ബാലകൃഷ്ണ സ്വദേശം ഹൈദരാബാദാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം ഹൈദരാബാദാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച സന്യാസി വര്യനാണ്. അദ്ദേഹം പശുക്കളെ സംരക്ഷിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, നമ്മുടെ തനിമ വീണ്ടെടുക്കുക എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാശ്മീരിൽ നിന്ന് ഒരു പദയാത്ര, പദയാത്ര നടത്തിയിരിക്കുകയാണ്. ആ പദയാത്ര തലവൂർ ഗ്രാമത്തിലെ വില്ലുമംഗല സ്വാമിയാർ പ്രതിഷ്ഠിച്ച തൃക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ യാത്രയിൽ അനുഗമിക്കുന്ന സന്യാസിവര്യന്മാരും മറ്റ് വിശ്വാസികളും, അതുകൂടാതെ ആ ഗോമാതാവും എല്ലാം ഈ നാടിനെ സ്പർശിച്ചപ്പോഴേ ഈ നാട് ഒരു വലിയ പുണ്യ ചെയ്ത നാടായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇന്ന് പശുക്കളെയും അതിൻ്റെ സംവിധാനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ അതിൻ്റെ തനിമ വീണ്ടെടുത്ത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഔന്നിത്യങ്ങളായ ആശയങ്ങളെ ഈ ലോകത്ത് മുഴുവൻ എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന യാത്ര ഇന്ന് 173 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇത് ഒരു മാസത്തോടെ കഴിയുമ്പോൾ ഈ യാത്ര കന്യാകുമാരിയിൽ സമാപിക്കും. അപ്പോൾ മാർച്ച് 27-ന് കന്യാകുമാരി സമാപിക്കും. അതായത് യാത്രയുടെ മുഴുവൻ ദിവസം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 182 ഡേയ്സ്, അതായത് 182 ദിവസമാണ് ഈ യാത്രയുടെ ആകെയുള്ള ദൈർഘ്യ ദിവസങ്ങൾ. പല സ്ഥലങ്ങളിലൂടെ
പല സംസ്കൃതിയിലൂടെ പല പുണ്യസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഈ യാത്ര അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇന്ന് കേരളത്തിലെ ഗോസംരക്ഷണം എന്ന് പറയുന്നത് ഏതോ അപരാധമായിട്ട് കരുതുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ നമ്മുടെ സംസ്കൃതിയിലേക്കുള്ള തിരിച്ചുപോക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് പോലും ഇവിടെ കൂടിയ ഭക്തജനങ്ങൾ ഈ യാത്രയെക്കുറിച്ച് ഇതിന് ആശംസ നേരുവാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതി പ്രസിഡന്റ് ശ്രീ ദിൽജി സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏതാനും വാക്കുകൾ സംസാരിക്കും. നമ്മുടെ ക്ഷേത്രത്തിൽ പരിഹാരക്രിയകൾ നടക്കുന്ന ഈ സമയത്ത്, ഈ പുണ്യസമയത്ത് കാശ്മീരിൽ നിന്നും ആരംഭിച്ച ഗോരക്ഷാ യാത്ര, പദയാത്ര ശബരിമല ദർശനത്തിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഭാരതത്തിൽ ഏതാണ്ട് 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് പല പുണ്യതീർത്ഥങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് അവിടെയെല്ലാം പങ്കെടുത്ത് കടന്നു വന്നിരിക്കുന്ന ഗോമാതാവിന് നമ്മുടെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹമെന്നേ പറയാനുള്ളൂ. ഈ പുണ്യസമയത്ത് നമ്മുടെ ഉത്സവവും പരിഹാരക്രിയകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുണ്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുന്നത് ഭഗവാന്റെ അനുഗ്രഹം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ നാടിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ആ സമയത്ത് തന്നെ എത്തിച്ചേർന്നത് വളരെ സന്തോഷം. ഇത് ഈ യാത്ര നയിക്കുന്ന ആചാര്യ ബാലകൃഷ്ണ സ്വാമിജിക്കും അതിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും. മാർച്ച് 27-ന് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഈ യാത്രയ്ക്ക് എല്ലാ ആശംസകളും ഗോരക്ഷാ പ്രസ്ഥാനത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ നാടിൻ്റെ പേരിലും ക്ഷേത്രത്തിൻ്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 40 കിലോമീറ്റർ, അതിൽ 20 കിലോമീറ്ററോളം ഗോമാതാവിന് ക്ഷീണം ഉണ്ടാകുകയാണെന്ന് അറിയുവാണെങ്കിൽ വാഹനത്തിൽ കയറ്റി എല്ലാ സൗകര്യത്തിലും ഈ കാര്യങ്ങളെ മുന്നോട്ട് പോവുകയും ചെയ്യും. അവർ പൂർണ്ണമായിട്ടും പദയാത്രയിൽ തന്നെയാണ് ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. जय गौ माता। पूरा श्री कृष्ण स्वामी टेम्पल के अध्यक्ष जी और हमारे गोपाल कृष्ण जी और यहाँ के जो मिलिट्री रिटायर्ड है वो जो साइकिल यात्रा करे हमारा रंजीत जी, श्रीजीत जी, बहुत सारे मिलिट्री के लोग यहाँ पे हैं। मैं बहुत संतुष्ट हूँ कि देश के लिए आप घर छोड़ के देश के लिए काम करे से लोग यहाँ पे केरला में बहुत ज़्यादा है। तो आप सबको धन्यवाद। मैं हमारे प्रेसिडेंट जी से एक रिक्वेस्ट करता हूँ कि ये श्री कृष्ण गौशाला है, पूरा दुनिया में ये गाय का महत्व बताने वाले पहले श्री कृष्ण भगवान है। श्री कृष्ण भगवान पूरा उनका बचपन पूरा गायों से गुजारे, तो हम भी उन्होंने गाय के रक्षा कैसे करना, कई को गाय से जुड़े हुए रहना बोल के उनका बचपन में से ही श्री कृष्ण भगवान अपने को बताया। ये गाय को ऐसा मुंहपुर रहता, ये हमारा अपना देसी गाय है, जर्सी गाय अलग है। ये गाय का बहुत पावर रहता, इसका बहुत श्रेष्ठ गाय है। ये गाय बहुत श्रेष्ठ है, इसीलिए ये गाय नहीं है तो ये पृथ्वी नहीं बचता, सनातन धर्म नहीं है। ये पृथ्वी बचना बोले तो ये पृथ्वी में जो हम बहुत फसल उगाते, हम जो फसल उगा के खा रहे वो सभी क्वालिटी नहीं है। अभी ये पूरा जहर है, पेस्टिसाइड से भरा हुआ है ये पूरा। तो ये पृथ्वी की रक्षा करना बोल तो सिर्फ गाय का गोबर, गाय का मूत्र ही ये काम कर सकता है, देसी गाय का। तो इसीलिए ये गाय बचे तो हम सब देशवासी खुशी रहते। ये गाय किसी राज्य का नहीं होता, किसी पार्टी का नहीं होता, ये गाय हम सबका है। इसीलिए कृष्ण भगवान बोले ये गाय को हम बचाएंगे। प्रेसिडेंट जी, वेर इज प्रेसिडेंट जी, ये हमारा रिक्वेस्ट है। प्रेसिडेंट जी, हाँ प्रेसिडेंट जी, हमारा रिक्वेस्ट आप सब से है, इतना अच्छा कृष्ण मंदिर है मगर यहाँ गाय नहीं है। एक गाय बनाना, यहाँ पे 1-2 गाय बनाना, यहाँ गाय रखना, रोज एक गाय श्री कृष्ण जी का परिक्रमण करके ये काम करो, बहुत अच्छा रहता देसी गाय का। बोलो भारत माता की जय, भारत माता की जय, गो माता की जय। ഭഗവാനും ഈ ക്ഷേത്രത്തിൽ 2 പശുവിനെങ്കിലും വെച്ച് ഒരു ഗോശാല തുടങ്ങണമെന്നാണ് സമീപം. അതുമാത്രമല്ല, നമ്മുടെ തനിമ, കൃഷിയിലെ തനിമ സംരക്ഷിക്കണമെങ്കിൽ ഈ എന്താണ് നമ്മുടെ
കീടനാശിനി പ്രയോഗം കൊണ്ട് മനുഷ്യന്റെ ജീവിതം പോലും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. അതിലേക്കുള്ള തിരിച്ചുപോക്കെന്ന് പറയുന്ന ചാണകം മാത്രമാണ്, പശു മാത്രമാണ്. ഗോമൂത്രവും പശുവും ചാണകവും ഇത് മാത്രമേ മണ്ണിന്റെ തനിമ വീണ്ടെടുക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തനിമയിലേക്ക് പോകണമെങ്കിൽ നമ്മളൊക്കെ ക്യാൻസറും മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ അതിന് പരിഹാരം എന്ന് പറയുന്നത് ഗോമാതാവ് മാത്രമാണ് എന്നാണ് സ്വാമിജി പറഞ്ഞേക്കുന്നത്. പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരത്തെ നമുക്ക് നിലനിർത്തണമെങ്കിൽ, രോഗമില്ലാതെ നിലനിർത്തണമെങ്കിൽ പഞ്ചഗവ്യം നമ്മുടെ ശരീരത്തിൽ വേണം. ഈ പഞ്ചഗവ്യത്തിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തെ നമുക്ക് നിലനിർത്താനാവൂ. ഇന്ന് ഈ രോഗാതുരമായിട്ടുള്ള കേരളത്തിന്റെ അവസ്ഥ, നമുക്ക് പഞ്ചഗവ്യം ലഭ്യമല്ല. കാരണം 1947 സ്വാതന്ത്ര്യത്തിന് മുമ്പ് 35 കോടി പശുക്കൾ, അന്ന് 35 കോടി ജനങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജനതയ്ക്കും ഓരോ പശുക്കൾ വീതം ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ 150 കോടി 140 കോടി ജനങ്ങളുള്ളപ്പോൾ വെറും 2 കോടി പശുക്കൾ ഗോമാതാവ് മാത്രമാണ് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് ഗവ്യങ്ങൾ നമുക്ക് സാധ്യമല്ല. ഗവ്യങ്ങൾ കിട്ടാത്തത് കാരണം നമ്മൾ മുഴുവൻ രോഗികളായി തീർന്നിരിക്കുകയാണ്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും രോഗികളാണ്. പിന്നെ ഒരു വീട്ടിൽ ഒരു പശുവെങ്കിലും വേണം. അതിനുള്ള ഒരു ഇതായിട്ട് ഈ ക്ഷേത്രത്തിൽ, നമ്മുടെ ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്, ഇവിടെ ഒരു ഗോശാല തുടങ്ങണം. ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ആടയും പൂഞ്ഞയുമാണ് പശുവിൻ്റെ ലക്ഷണം. ഇന്ന് കാണുന്നത് പാല് തരുന്ന യന്ത്രങ്ങളാണ്. ഇത് എന്താണ്, പശുവല്ല. അപ്പോൾ അതുകൊണ്ട് തനിമയുള്ള പശുക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. അത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമായിരിക്കും, നാടിൻ്റെ ഐശ്വര്യമായിരിക്കും. അതിന് ഒരു പുതിയ ചരിത്ര രചന തന്നെ ഈ ഒരു തലത്താട്ടത്തിൽ സ്വാമിജി നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഗോശാല വേണമെന്ന്. ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കും, അതിനുവേണ്ടിയുള്ള വസ്തുവകകൾ കണ്ടെത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പങ്കെടുത്ത ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഹൃദയമായ നന്ദിയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഭാരവാഹികളുടെ പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഒരു ഫോട്ടോ എല്ലാം കൂടെ ഈ പശുവിന്റെ പാലാണ് നമ്മുടെ തിരുപ്പതിയിൽ അഭിഷേകം ചെയ്ത